വെൽക്കം ബാക്ക് ഡിയർ സ്റ്റുഡൻസ്. ഈ വീഡിയോയിൽ നമ്മളിനി പഠിക്കാൻ പോകുന്നത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലെ കിങ്ഡം പ്രോട്ടിസ്റ്റയെ കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അടുത്ത ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് കിങ്ഡം പ്രോട്ടിസ്റ്റയെ കുറിച്ചും കിങ്ഡം പ്രോട്ടിസ്റ്റയിലെ ഡിഫറെൻറ്റ് ക്ലാസ്സസിനെ പറ്റിയും അവരുടെ സവിശേഷതയെ പറ്റിയും ഒക്കെ നമുക്കിനി എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ കിങ്ഡം പ്രോട്ടിസ്റ്റയുടെ പ്രത്യേകത എന്താ കുട്ടികളെ? കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കിങ്ഡം ആയിരുന്നു? യൂക്കാരിയോട്ടിക് യൂണിസെല്ലുലാർ കിങ്ഡം ആണ് അല്ലെ. ഓൾ യൂക്കാരിയോട്ടിക് യൂണിസെല്ലുലാർ കിങ്ഡം അല്ലെങ്കിൽ ഓർഗാനിസംസ് ആർ സീൻ ഇൻ കിങ്ഡം പ്രോട്ടിസ്റ്റ. അപ്പോൾ യൂണിസെല്ലുലാർ ആയിട്ടുള്ള യൂക്കാരിയോട്ടിക് ഓർഗാനിസംസിന്റെ കിങ്ഡം ആണ് ഏതെന്ന് പറയുന്നത് കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത്. ഈ പറയുന്ന കിങ്ഡത്തിന് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കിങ്ഡത്തിന്റെ ബൗണ്ടറി അത്ര വെൽ ഡിഫൈൻഡ് അല്ല. ചില സയന്റിസ്റ്റിന് പ്രോട്ടിസ്റ്റ് ആണെന്ന് തോന്നുന്നത്, ചില സയന്റിസ്റ്റിന് എന്തായിരിക്കും, പ്ലാന്റ് ആയിരിക്കും. അത് പണ്ട് ഞങ്ങളൊക്കെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഡയാറ്റം എന്ന് പറയുന്ന ഓർഗാനിസത്തെ നമ്മൾ ആൽഗയിലാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഡയാറ്റത്തെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നത് പ്രോട്ടിസ്റ്റയിലാണ്. അപ്പോൾ ചില സയന്റിസ്റ്റിന് ചിലത് പ്രോട്ടിസ്റ്റ് ആണെങ്കിൽ ചില ആളുകൾക്ക് അത് എന്തായിരിക്കും, പ്ലാന്റ് ആയിരിക്കും അല്ലെ ആൽഗ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് കിങ്ഡം പ്രോട്ടിസ്റ്റയുടെ ബൗണ്ടറി എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് അല്ല. അപ്പൊ കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരുന്ന എല്ലാ ജീവികളും എന്താണ്, സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് ആണ്. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം എന്താണ്, അടുത്ത പ്രത്യേകത സിംഗിൾ സെൽഡ് ആണ്, യൂക്കാരിയോട്ടിക് ആണ്. സിംഗിൾ സെൽഡ് ആണ്, അതേപോലെ തന്നെ എന്താണ്, യൂക്കാരിയോട്ടിക് ആണ്. അപ്പൊ യൂക്കാരിയോട്ടിക് ആയതുകൊണ്ട് എന്തായിരിക്കും, അവയ്ക്കകത്ത് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ടാവുമല്ലോ, അതേപോലെ തന്നെ ന്യൂക്ലിയർ മെംബ്രെയിനും ഉണ്ടാവും. അപ്പൊ ഡെഫിനിറ്റ് ആയിട്ടുള്ള ന്യൂക്ലിയസ് കാണപ്പെടുന്നുണ്ട് ഇവരില് മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽസും കാണപ്പെടുന്നുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം രണ്ടാമത്തെ പോയിന്റ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്, വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ആൻഡ് അതർ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്. ഇനി ഇവർ അധികവും അക്വാട്ടിക് ആണ്. പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത് പ്രൈമറിലി എന്താണ്, അക്വാട്ടിക് ആണ്. ഇവരുടെ ഹാബിറ്റാറ്റ് അക്വാട്ടിക് ആണ്. ബാക്ടീരിയ കോസ്മോപൊളിറ്റൻ ആയിരുന്നു, എവിടെയും കാണുമായിരുന്നു. പക്ഷെ ഇവര് മെയിൻലി എവിടെയാണ് കാണപ്പെടുന്നത്, വെള്ളത്തിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ചലിക്കാൻ വേണ്ടിയിട്ട് ലോക്കോമോട്ടറി സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള ഫ്ലജല്ലയും കാണപ്പെടുന്നുണ്ട്, സീലയും ഇവരിൽ കാണപ്പെടുന്നുണ്ട്. ഓർഗാനിസംസ്, മെജോറിറ്റി ഓഫ് ദി ഓർഗാനിസംസ് ആർ മൈക്രോസ്കോപ്പിക് ആയിരിക്കും. അപ്പൊ അതേപോലെ തന്നെ ഇവരുടെ സെല്ലിനകത്ത് എന്ത് കാണപ്പെടുന്നുണ്ട്, ലോക്കോമോട്ടറി സ്ട്രക്ചർ ആയിട്ടുള്ള ഫ്ലജല്ലയോ അല്ലെങ്കിൽ എന്ത് കാണപ്പെടും, സീലയോ കാണപ്പെടുന്നുണ്ട്. അപ്പൊ കിങ്ഡം പ്രോട്ടിസ്റ്റയുടെ ഒന്നാമത്തെ ഫീച്ചർ നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ സിംഗിൾ സെൽഡ് യൂക്കാരിയോട്സ്. യൂക്കാരിയോട്ട് ആയതുകൊണ്ട് അവരുടെ ബോഡിക്കകത്ത്, അവരുടെ സെല്ലിനകത്ത് ന്യൂക്ലിയസ് പ്രസന്റ് ആയിരിക്കും. അതുപോലെ തന്നെ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് പ്രസന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവര് എന്ന് പറയുന്നത്, ഇവരുടെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് അക്വാട്ടിക് ഹാബിറ്റാറ്റ് ആണ്. അപ്പൊ അക്വാട്ടിക് ഹാബിറ്റാറ്റിലാണ് കാണപ്പെടുന്നത് കൊണ്ട് ഇവർക്ക് ചലിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ബോഡി സെല്ലിനകത്ത് ചലിക്കാൻ സഹായിക്കുന്ന സ്ട്രക്ചേഴ്സ് ആയ ഫ്ലജല്ലയോ അല്ലെങ്കിൽ സീലയോ കാണപ്പെടുന്നു. ഇനി നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇറ്റ് ഈസ് എ ലിങ്ക് വിത്ത് ദിസ് കിങ്ഡം പ്രോട്ടിസ്റ്റ ഫോംസ് എ ലിങ്ക് വിത്ത് അതർ കിങ്ഡംസ് such as kingdom fungi, kingdom plant, kingdom animalia. ചുരുക്കി പറഞ്ഞാൽ കിങ്ഡം പ്ലാന്റയുടെയും കിങ്ഡം അനിമാലിയയുടെയും കിങ്ഡം ഫംഗയുടെയും ഒക്കെ ഒരു ആൻസിസ്റ്റർ ആയിട്ടുള്ള കിങ്ഡം ആണ് ഇതെന്ന് പറയുന്നത് കിങ്ഡം പ്രോട്ടിസ്റ്റ. കിങ്ഡം പ്രോട്ടിസ്റ്റയിലുള്ള ചില ക്ലാസ്സിലുള്ള ഓർഗാനിസംസ് കിങ്ഡം പ്ലാന്റയിലേതിനോടോ കിങ്ഡം ഫംഗയുടേതിനോടോ കിങ്ഡം അനിമാലിയുടേതിനോടോ സമാനമായ സ്വഭാവ സവിശേഷതകളും സ്ട്രക്ചറൽ സവിശേഷതകളും എന്ത് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ എന്തെന്ന് പറയുന്നത്, കിങ്ഡം പ്രോട്ടിസ്റ്റ ഫോംസ് എ ലിങ്ക് വിത്ത് കിങ്ഡം പ്ലാന്റ്, കിങ്ഡം അനിമാലിയ, കിങ്ഡം ഫംഗി. They reproduce mainly by asexually and sexually. അപ്പൊ ഇവിടെ എന്ത് നടക്കുന്നുണ്ട്,
സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നടക്കുന്നുണ്ട് കുട്ടികളെ? ഗ്യാമിറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ഇവിടെ ഗ്യാമിറ്റ് ഫോം ചെയ്തിട്ട് എന്തുണ്ടാവുന്നുണ്ട്? ഗ്യാമിറ്റ് ഫ്യൂസ് ചെയ്യുന്നുണ്ട്. ഗ്യാമിറ്റ് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക കുട്ടികളെ? ഗ്യാമിറ്റ് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സൈഗട്ട് അല്ലേ ഉണ്ടാവുക. അപ്പൊ ഇവിടെ സൈഗട്ടിന്റെ ഫോർമേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഗ്യാമിറ്റ്സ് ഉണ്ടാവുന്നുണ്ട്, ഗ്യാമിറ്റ്സ് കൂടിച്ചേരുന്നുണ്ട്, ഗ്യാമിറ്റ്സ് കൂടിച്ചേർന്നിട്ട് എന്തുണ്ടാവുന്നുണ്ട്? സൈഗട്ടും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഒരു ട്രൂ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഘട്ടങ്ങളെല്ലാം എവിടെയുണ്ട്? നടക്കുന്നുണ്ട്, പ്രോട്ടിസ്റ്റയിൽ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിനി നോക്കാം. കിങ്ഡം പ്രോട്ടിസ്റ്റ ഇൻക്ലൂഡ്സ് 5 major classes. They are: first one, chrysophytes; second one, dinoflagellates; third one, euglenoids; fourth one, slime mouths; fifth one, protozoans. അപ്പൊ 5 ക്ലാസ്സസ് ആണ് കിങ്ഡം പ്രോട്ടിസ്റ്റയ്ക്ക് അകത്ത് വരുന്നത്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ക്രൈസോഫൈറ്റ്സ്, ഡിനോഫ്ലജെല്ലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മൗത്ത്സ്, പ്രോട്ടോസോവൻസ്. ഓക്കെ, ഇനി നമുക്ക് ഇതിലെ ഒന്നാമത്തെ കൂട്ടരായ ക്രൈസോഫൈറ്റ്സിലേക്ക് പോവാം. ക്രൈസോഫൈറ്റ്സ് സാധാരണ കാണപ്പെടുന്നത് ഫ്രഷ് വാട്ടറിലും ശുദ്ധജലത്തിലും അതേപോലെ തന്നെ മറൈൻ എൻവയോൺമെന്റ്സിലുമാണ്. കടൽ ജലത്തിലും അതുപോലെ തന്നെ ഫ്രഷ് വാട്ടറിലും ആര് കാണപ്പെടുന്നുണ്ട്? ക്രൈസോഫൈറ്റ്സ് കാണപ്പെടുന്നുണ്ട്. ഇവര് മൈക്രോസ്കോപ്പിക് ആണ്. They are microscopic and float passively in water currents. വാട്ടർ കറൻസിൽ ടൈഡിനും ഇതിനുമൊക്കെ സമാന്തരമായിട്ട് ഇതിനെ കൂടെ സഞ്ചരിച്ചു പോകുന്ന അതിന്റെ എലോങ് വിത്ത് ടൈഡ്സ് ആൻഡ് കറൻസ് അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജീവികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലാങ്ക്ടൺസ് എന്ന് പറയും. അതിനെതിരായിട്ടല്ല, അതിന് എലോങ് ആയിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വെള്ളത്തിന്റെ സർഫസിലൂടെ പാസീവായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഓർഗാനിസംസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലാങ്ക്ടൺസ്. പ്ലാങ്ക്ടൺസ്, സൂ പ്ലാങ്ക്ടൺസ് ഉണ്ട്, ഫൈറ്റോ പ്ലാങ്ക്ടൺസ് ഒക്കെ ഉണ്ട്. അപ്പൊ ക്രൈസോഫൈറ്റ്സ് എന്ന് പറയുന്നത് പ്ലാങ്ക്ടൺസിന് ഉദാഹരണമാണ്. ഇനി ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദം ആർ ഫോട്ടോസിന്തറ്റിക്. അതുകൊണ്ട് തന്നെ ഇവരാണ്, നമുക്കറിയാം ഇവര് കടലിലാണ് കാണുന്നത്, ഇവര് മൈക്രോസ്കോപ്പിക് ആണ്. അപ്പൊ ഇവരുടെ ഹാബിറ്റാറ്റിനകത്ത് ഇവര് ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടാവും ചെറിയൊരു സ്ഥലത്ത് തന്നെ. അപ്പൊ കടലിനകത്താണ് ഏറ്റവും കൂടുതലായിട്ട് ആര് കാണുന്നത്? ക്രൈസോഫൈറ്റ്സ് കാണപ്പെടുന്നത്. ഫോട്ടോസിന്തറ്റിക്കുമാണ്. ക്രൈസോഫൈറ്റ്സിനകത്ത് 2 ആളുകളാണുള്ളത് മെയിനായിട്ട്. ഫസ്റ്റ് വൺ ഡയാറ്റംസ്, സെക്കൻഡ് വൺ golden algae. First one is diatoms, second one is the golden algae or desmids. ഇനി ഈ ഡയാറ്റത്തിന്റെയും ഡെസ്മിഡ്സിന്റെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയാറ്റംസിനകത്ത് ഇതിന്റെ സെൽവാള് തിന്നായിട്ടുള്ള ഓവർലാപ്പിംഗ് ആയിട്ടുള്ള 2 ലെയർ ആയിട്ടാണ് കാണുന്നത്. അത് ഏത് രീതിയിലാണ് കാണുന്നത്, ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ സോപ്പ് പെട്ടി കണ്ടിട്ടുണ്ടാവില്ലേ, സോപ്പ് ബോക്സ് അറേഞ്ച് ചെയ്ത് കിടക്കുന്നത് പോലെയാണ് ഡയാറ്റത്തിന്റെ സെൽവാള് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ സെൽവാളിനകത്ത് സിലിക്കയുടെ ഡെപ്പോസിഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സെൽവാള് ഇൻഡിസ്ട്രക്റ്റിബിൾ ആണ്, തകർക്കാൻ പറ്റില്ല. സെൽവാള് ഇൻഡിസ്ട്രക്റ്റിബിൾ ആണ്. സോ ദി cell wall of diatoms are mainly composed of silica. They are arranged in a soap box like manner. 2 തിന്നായിട്ടുള്ള ഓവർലാപ്പിംഗ് ആയിട്ടുള്ള ലേയേഴ്സ് ആണ് അറേഞ്ച് ചെയ്ത് കിടക്കുന്നത്. സോപ്പ് ബോക്സ് പോലെയാണ്. സിലിക്കയുടെ ഡെപ്പോസിഷനും ഉണ്ട്. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം, the cell wall deposition of diatoms of billions over billions of years in their habitat is known as diatomaceous earth. അപ്പൊ അവരുടെ ഹാബിറ്റാറ്റിനകത്ത്
അടിഞ്ഞുകൂടിയിട്ടുള്ള വർഷങ്ങളോളം എടുത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ള അവരുടെ സെൽ വാൾ ഡിപ്പോസിഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയാറ്റമേഷ്യസ് എർത്ത്. ഇത് ഗ്രിറ്റി ആയിരിക്കും. ഗ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നല്ല ഓരം ഉണ്ടാവും. നമ്മൾ എൻ്റെ നാട്ടിലൊക്കെ അങ്ങനെ പറയില്ല, റഫ് ആയിരിക്കും. അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ നാട്ടിൽ പറയലെന്നാണ് എനിക്ക് വിചാരിക്കുന്നത്. നമ്മൾ ഈ തേക്കാത്ത വീടിന്റെ കല്ലിനൊക്കെ പോയിട്ട് കൈ ഇടിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഇനി തേച്ച് കഴിഞ്ഞാൽ കുറച്ച് റഫായിരിക്കും. കൈയൊക്കെ പോയിട്ട് ഒന്ന് ഒരഞ്ഞു കഴിഞ്ഞാൽ മുറിവൊക്കെ പറ്റും. അങ്ങനെ ഗ്രിറ്റി ആയിട്ടുള്ള നാച്ചുറലാണ് എന്ത് കാണുന്നത്? നമ്മുടെ ഡയാറ്റമേഷ്യസ് എർത്ത്. ഈ ഡയാറ്റമേഷ്യസ് എർത്ത് പോളിഷിംഗ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓയിൽസിന്റെയും സിറപ്പിന്റെയും ഫിൽട്രേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നോക്കാം. ദി സെൽ വാൾ ഡിപ്പോസിറ്റ് ഓഫ് ഡയാറ്റംസ് ഓവർ ബില്യൺസ് ഓഫ് ഇയേഴ്സ് ഇൻ their habitat is known as diatomaceous earth. This is used in polishing agent, filtration of oils and syrups. ഇനി നമ്മൾ പറഞ്ഞു ഡയാറ്റത്തിനെയാണ് ഓഷ്യനകത്തുള്ള ചീഫ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. കാരണം ഡയാറ്റം എന്ന് പറയുന്നത് ഫോട്ടോസിന്തറ്റിക് ആണ്, മൈക്രോസ്കോപ്പിക് ആണ്, ഓഷ്യനകത്താണ് കാണുന്നത്, മറൈൻ ഹാബിറ്റാറ്റിലാണ് കാണുന്നത്. അതുകൊണ്ട് ഓഷ്യനകത്ത് ചീഫ് പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഡയാറ്റത്തെയാണ്. അപ്പൊ ഇതോടുകൂടിയിട്ട് ഒന്നാമത്തെ ക്ലാസ് കഴിഞ്ഞു. അപ്പൊ ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ ആരെ കുറിച്ചാണ് പറഞ്ഞത് കുട്ടികളെ? നമ്മുടെ ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ക്രൈസോഫൈറ്റ്സിനെ പറ്റിയാണ്. എന്താ ക്രൈസോഫൈറ്റ്സിന്റെ പ്രത്യേകത? ക്രൈസോഫൈറ്റ്സ് കാണപ്പെടുന്നത് മറൈൻ ആസ് വെൽ ആസ് ഫ്രഷ് വാട്ടർ ഹാബിറ്റാറ്റിലാണ്. ഓക്കെ. അതുപോലെ തന്നെ ക്രൈസോഫൈറ്റ്സ് എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് ആണ്. ക്രൈസോഫൈറ്റ്സ് പ്ലാങ്ക്ടൺസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. വാട്ടർ കറൻസിൽ പാസീവ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ക്രൈസോഫൈറ്റ്സിനകത്ത് രണ്ട് പേരാണ് മെയിൻ ആയിട്ട് ഉള്ളത്. ഒന്ന് ഡയാറ്റംസ്, മറ്റൊന്ന് ഗോൾഡൻ ആൽഗെ അല്ലെങ്കിൽ ഡെസ്മിഡ്സ്. ഇനി ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ എല്ലാവരും മോസ്റ്റ് ഓഫ് ദം ആർ ഫോട്ടോസിന്തറ്റിക്. അധിക പേരും ഫോട്ടോസിന്തറ്റിക് ആണ്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇവരുടെ സെൽവാൾ നിർമ്മിച്ചിരിക്കുന്നത് ഡയാറ്റത്തിന്റെ സെൽവാളിനകത്ത് സിലിക്കേറ്റ് ഡെപ്പോസിഷൻ കൂടുതലാണ്. സെൽവാൾ ഒരു തിന്നായിട്ടുള്ള രണ്ട് ഓവർലാപ്പിംഗ് ലെയർ ആയിട്ടാണുള്ളത്. അത് സോപ്പ് ബോക്സിന്റെ രൂപത്തിലാണുള്ളത്. അപ്പൊ വർഷങ്ങളോളം അവരുടെ ഹാബിറ്റാറ്റിനകത്ത് ഉണ്ടാവുന്ന സമയത്ത് അവിടുന്ന് ഹാബിറ്റാറ്റ് മാറിപ്പോവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ ഹാബിറ്റാറ്റിൽ അവർ നിൽക്കുന്ന സ്ഥലത്ത് വസിച്ചിരുന്ന സ്ഥലത്തുള്ള അവരുടെ സെൽവാളിന്റെ ഡെപ്പോസിഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയാറ്റമേഷ്യസ് എർത്ത്. ഈ ഡയാറ്റമേഷ്യസ് എർത്ത് എന്ന് പറയുന്നത് ഗ്രിറ്റി നാച്ചുറലാണ്. ഇത് പോളിഷിംഗ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ഓയിൽസിന്റെയും അതേപോലെ തന്നെ സിറപ്സിന്റെയും ഫിൽട്രേഷൻ യൂസ് ചെയ്യുന്നു. ഓഷ്യനകത്തുള്ള ചീഫ് പ്രൊഡ്യൂസേഴ്സ് എന്നറിയപ്പെടുന്നത് ഡയാറ്റംസ് ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് പോവാം. രണ്ടാമത്തെ കൂട്ടരാണ് ഡൈനോഫ്ലജെല്ലൈറ്റ്സ്. ഇവരുടെ ഹാബിറ്റാറ്റ് നമ്മുടെ ക്രൈസോഫൈറ്റ്സിനെ അപേക്ഷിച്ച് വ്യത്യാസമുണ്ട്. ഇവര് മറൈൻ ആണ്. മറ്റേ ആള് മറൈനുമാണ്, അതേപോലെ തന്നെ ഫ്രഷ് വാട്ടറുമായിരുന്നു. ഫോട്ടോസിന്തറ്റിക് ആണ്. ഇവർ പല കളറിൽ കാണപ്പെടുന്നുണ്ട്. ഏത് പിഗ്മെന്റ് ആണോ ഡൊമിനന്റ് ആയിട്ട് കാണുന്നത് അതിനനുസരിച്ച് ഇവർ പല കളറിൽ കാണപ്പെടുന്നു. അത് യെല്ലോ കളറിലാവാം, ബ്രൗൺ കളറിലാവാം, ബ്ലൂ കളറിലാവാം, റെഡ് കളറിലാവാം, അതുപോലെ തന്നെ ഗ്രീൻ കളറിലാവാം. ഏത് പിഗ്മെന്റ് ആണോ മെയിൻ ആയിട്ടുള്ള പിഗ്മെന്റ് അതിനനുസരിച്ച് ഇവർ ഈ പല കളറുകളിലും കാണപ്പെടുന്നുണ്ട്. പിന്നെയുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ സെൽവാൾ നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്. ഔട്ടർ സെല്ലിന്റെ സർഫസ്, സെൽവാളിന്റെ ഔട്ടർ സർഫസിനകത്ത് സ്റ്റിഫ് ആയിട്ടുള്ള സെല്ലുലോസിക് പ്ലേറ്റ് ഉണ്ട്. ഇനി നോക്കേണ്ട മറ്റൊരു കാര്യം അവരുടെ പേരിൽ തന്നെയുണ്ട്. ഡൈ എന്ന് പറഞ്ഞാൽ രണ്ട്, ഡൈനോഫ്ലജെല്ലൈറ്റ്സ്. രണ്ട് ഫ്ലജെല്ല ഉണ്ട് ഇവർക്ക്. One lies longitudinally and the other transversely in a furrow between with the wall plates. അപ്പൊ ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടും ഒന്ന് ട്രാൻസ്വേഴ്സ് ആയിട്ടുമാണ് കാണുന്നത്.
പിന്നെ ഒരു പ്രത്യേകതയുണ്ട്, ഗോണിയോളക്സ് എന്നറിയപ്പെടുന്ന റെഡ് ഡിനോഫ്ലജല്ലൈറ്റ്. ഈ ഡിനോഫ്ലജല്ലൈറ്റ്സ് മുഴുവൻ മറൈനാണ്, കടലിലാണ് കേട്ടോ കാണുക, കടലിലാണ് കാണുന്നത്, മറൈനാണ്. അപ്പൊ റെഡ് ഡിനോഫ്ലജല്ലൈറ്റ് അതിന് ഉദാഹരണമാണ് ഗോണിയോലക്സ്. ഈ ഗോണിയോലക്സ് എന്നറിയപ്പെടുന്ന റെഡ് ഡിനോഫ്ലജല്ലൈറ്റ്സ് കടലിൽ വെച്ച് കുറച്ച് വൃത്തികേട് കാണിച്ച് പെരുകും, മൾട്ടിപ്ലൈ ചെയ്യും, റാപ്പിഡായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും, പെരുകി എണ്ണം കൂടിക്കൊണ്ടേ നിൽക്കും. അപ്പൊ അതിന്റെ ഹാബിറ്റാറ്റിൽ ഇവരുടെ എണ്ണം കൂടുന്ന സമയത്ത് ആ ഏരിയ സർഫസ് മുഴുവൻ എന്തായിട്ട് കളറിൽ മാറും? ഏത് കളറിൽ മാറും? റെഡ് കളറിലേക്ക് മാറും. അങ്ങനെ തിരമാലയുടെ കളർ എന്തായിട്ട് മാറും? റെഡ് ആയിട്ട് മാറും. ആ പ്രതിഭാസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെഡ് ടൈഡ്. അപ്പൊ ആരാണ് റെഡ് ടൈഡ് കോസ് ചെയ്യുന്നത് കുട്ടികളെ? റെഡ് ടൈഡ് കോസ് ചെയ്യുന്നത് ഗോണിയോലക്സ് എന്ന് പറയുന്ന റെഡ് ഡിനോഫ്ലജല്ലൈറ്റ് ആണ്. അപ്പൊ ഡിനോഫ്ലജല്ലൈറ്റ്സ് എക്സാമ്പിൾ ഗോണിയോലക്സ് multiply rapidly so that the sea appears red. They release toxins. വിഷവസ്തുക്കൾ അവര് റിലീസ് ചെയ്യുന്നു പുറത്തേക്ക്, which kill marine animals like fishes. അപ്പൊ ഇവരുടെ സറൗണ്ടിങ് എൻവയോൺമെന്റിലുള്ള ഫിഷസ് പോലത്തെ മറ്റ് മറൈൻ ആനിമൽസിന് കില്ല് ചെയ്യാൻ കാരണമാകുന്ന ടോക്സിൻസ് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ റാപ്പിഡ് ആയിട്ടുള്ള ഇവരുടെ മൾട്ടിപ്ലിക്കേഷന്റെ ഫലമായിട്ട് സി എന്ത് കളറിൽ കാണപ്പെടുന്നു? റെഡ് കളറിൽ കാണപ്പെടുന്നു. ആ പ്രതിഭാസമാണ് റെഡ് ടൈഡ്. അപ്പൊ നമ്മൾ ഡിനോഫ്ലജല്ലൈറ്റ്സിനെ പറ്റി നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട കാര്യം എന്തൊക്കെയാണ്? മറൈൻ ആണ് ഹാബിറ്റാറ്റ്. ക്രൈസോഫൈറ്റ്സ് മറൈൻ ആസ് വെൽ ആസ് ഫ്രഷ് വാട്ടർ ആയിരുന്നു. ഇയാൾ മറൈൻ ആണ്, പല കളറിൽ കാണുന്നുണ്ട്. ആ കളേഴ്സ് ഏതൊക്കെയാണ്? യെല്ലോ, ഗ്രീന്, ബ്ലൂ, ബ്രൗണ്, റെഡ്. ഏത് പിഗ്മെന്റ് ആണോ കൂടുതലായിട്ട് കാണുന്നത് അതിനനുസരിച്ച് പല കളറുകളിൽ കാണപ്പെടുന്നു. അതേപോലെ തന്നെ ഇവർക്കകത്ത് സെൽവാളിന്റെ ഔട്ടർ സർഫസിനകത്ത് സെല്ലുലോസിക് ആയിട്ടുള്ള പ്ലേറ്റ് കാണപ്പെടുന്നു, സ്റ്റിഫ് ആയിട്ടുള്ള. അതേപോലെ തന്നെ ഇവയ്ക്കകത്ത് രണ്ട് ഫ്ലജല്ല ഉണ്ട്. ഒരു ഫ്ലജല്ല ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടാണെങ്കിൽ ഒരു ഫ്ലജല്ല ട്രാൻസ്വേഴ്സ് ആയിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ റെഡ് ഡിനോഫ്ലജല്ലൈറ്റ്, ഗോണിയോലക്സ് പോലെയുള്ള റെഡ് ഡിനോഫ്ലജല്ലൈറ്റ്സ് റാപ്പിഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് സി റെഡ് കളറിൽ കാണപ്പെടുന്നു. ഈ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് റെഡ് ടൈഡ്. ഇതോടുകൂടിയിട്ട് ഡിനോഫ്ലജല്ലൈറ്റ്സ് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നമുക്കിനി അടുത്ത ഗ്രൂപ്പിലേക്ക് പോവാം. അതാണ് യൂഗ്ലിനോയിഡ്സ്. യൂഗ്ലിനോയിഡ്സ് എന്ന് പറയുന്നത് മെയിൻലി ഫ്രഷ് വാട്ടർ ആയിട്ടുള്ള പ്രോട്ടിസ്റ്റ് ആണ്. കാണപ്പെടുന്നത് സ്റ്റാഗ്നന്റ് വാട്ടറിലാണ്. സ്റ്റാഗ്നന്റ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിനകത്താണ് ആര് കാണപ്പെടുന്നത്? യൂഗ്ലിനോയിഡ്സ് കാണപ്പെടുന്നത്. പേര് തന്നെയുണ്ട് യൂഗ്ലീന. എക്സാമ്പിള് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ് യൂഗ്ലീന. ഈ യൂഗ്ലീന എന്ന് പറയുന്ന ഓർഗാനിസം എന്തിന് ഉദാഹരണമാണ്? യൂഗ്ലിനോയിഡ്സിന് ഉദാഹരണമാണ്. ഓക്കെ, ഇവയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് എ സെൽവാൾ, സെൽവാളിന് പകരമായിട്ട് they have a protein rich layer known as pellicle. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള, പ്രോട്ടീനിന്റെ കണ്ടന്റ് കൂടിയിട്ടുള്ള ഒരു ലെയർ കാണുന്നുണ്ട്. പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ലെയർ ആണ് ഇവരുടെ സെൽവാളിന് പകരമായിട്ട് ഇവരുടെ സെല്ലിനെ സറൗണ്ട് ചെയ്ത് കിടക്കുന്നത്. ഈ സ്ട്രക്ചർ ഫ്ലെക്സിബിൾ ആകാൻ സഹായിക്കുന്നു ഇവരെ. ഇറ്റ് ഗിവ്സ് ഫ്ലെക്സിബിലിറ്റി. അതുപോലെ തന്നെ ഇവയ്ക്കകത്തും രണ്ട് ഫ്ലജല്ല ഉണ്ട്. ഒരു ഫ്ലജല്ല വലുതും ഒന്ന് ചെറുതുമായിരിക്കും. ഇനി ഒരു പ്രത്യേകതയുണ്ട്, ഇവര് മിക്സോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ കാണിക്കുന്ന ഓർഗാനിസം ആണ്. MYXOട്രോഫിക്, മിക്സോട്രോഫിക് മോഡ്. എന്താണ് മിക്സോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്?
ഒരേ സമയം രണ്ട് ടൈപ്പ് മോഡ് ഓഫ് ന്യൂട്രീഷൻ കാണിക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മിക്സോട്രോഫിക് മോഡ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഒരു ഓർഗാനിസത്തിന് ഒരു സമയത്ത് ഓട്ടോട്രോഫിക്കും മറ്റൊരു സമയത്ത് ഹെട്രോട്രോഫിക്കുമായിട്ട് ബിഹേവ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ ആ കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മിക്സോട്രോഫിക് എന്ന് പറയുന്നത്. അപ്പൊ ഇയാൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇയാൾ നമ്മളെ പോലെയാണ്, പകൽമാന്യനാണ്. എന്നെ പോലെയുള്ള ആണുങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പകൽമാന്യന്മാരാണ്. പകൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വാചകം അടിച്ച് നടക്കും, വലിയ ആദർശമൊക്കെ പറയും. ഇപ്പൊ എവിടെയെങ്കിലും എന്തെങ്കിലും റേപ്പൊക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെതിരെയൊക്കെ വലിയ രീതിയിൽ എന്ത് ചെയ്യും? പ്രതികരിക്കും. എന്നിട്ട് വലിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഇടും. പിന്നെ ഫേസ്ബുക്കിൽ പ്രൊഫൈൽ പിക്കൊക്കെ മാറ്റും. വാട്സപ്പിൽ തുരുതുര സ്റ്റാറ്റസ് ഒക്കെ ഇടും. മെഴുകുതിരിയൊക്കെ പോയി കത്തിക്കും. പക്ഷെ ഇരുട്ടായി കഴിഞ്ഞാലോ പലരെയും സ്വഭാവം അപ്പയാ വെളിച്ചത്താവുക. അതുപോലെയാണ് ആര്? യൂഗ്ലീന. എന്താ പ്രത്യേകത? സൺലൈറ്റിന്റെ പ്രസൻസിൽ ഇവർ സ്വന്തമായിട്ട് എന്ത് ചെയ്യും? ലൈറ്റിനെ അങ്ങോട്ട് അബ്സോർബ് ചെയ്യും. കാരണം പ്ലാന്റ്സിന് സിമിലർ ആയിട്ടുള്ള ക്ലോറോഫിൽ പിഗ്മെന്റ്സ് ഇയാളിലുണ്ട്. അപ്പൊ ഇവര് സൺലൈറ്റിന്റെ പ്രസൻസിൽ ലൈറ്റിനെ അബ്സോർബ് ചെയ്ത് ആ ലൈറ്റ് എനർജിയെ കെമിക്കൽ എനർജിയൊക്കെ ആക്കി മാറ്റി ഇവർ ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടാക്കും. അപ്പൊ പകൽ ഇവൻ നല്ല ആളാണ്. പകൽ ഇവൻ ഫുഡ് സ്വന്തമായിട്ട് ഉണ്ടാക്കും. രാത്രി ആയി കഴിഞ്ഞാല് ഇവന്റെ അതേ റേഞ്ചിലുള്ള ആൾക്കാരെ പിടിച്ചു തിന്നാൻ തുടങ്ങും. പ്രിഡേറ്റർ ആവും, വേട്ടക്കാരനാവും. അപ്പോ നോക്കാം, they are photosynthetic in the presence of sunlight. In the absence of sunlight, they behave like heterotrophs by predating on other organisms. They have pigments that are identical to those of higher plants. ഹയർ പ്ലാന്റ്സിനകത്തുള്ളതിന് സിമിലർ ആയിട്ടുള്ള ക്ലോറോഫിൽ പിഗ്മെന്റ്സ് ആരിൽ കാണപ്പെടുന്നുണ്ട്? യൂഗ്ലിനോയിഡ്സിൽ. ഇതുകൊണ്ട് തന്നെ യൂഗ്ലിനോയിഡ്സ് ആണ് കിങ്ഡം പ്ലാന്റയുടെ ആൻസിസ്റ്റർ ആയിട്ട് കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ നമ്മൾ കണക്കാക്കുന്നത്. ഉദാഹരണം യൂഗ്ലീന. അപ്പൊ എന്തൊക്കെയാ പഠിച്ചത് കുട്ടികളെ? നമ്മൾ പഠിച്ച കാര്യം എന്ന് പറഞ്ഞാൽ കിങ്ഡം പ്രോട്ടിസ്റ്റയില് യൂഗ്ലിനോയിഡ്സിനെ പറ്റി നമ്മൾ പഠിച്ചത് ചെറിയ കാര്യങ്ങളാണ്. നമ്മൾ ആദ്യം പഠിച്ചത് യൂഗ്ലിനോയിഡ്സ് കാണപ്പെടുന്നത് ഫ്രഷ് വാട്ടർ ഹാബിറ്റാറ്റിലാണ്, സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള വാട്ടറിലാണ്. ഇവയ്ക്ക് സെൽവാളിന് പകരമായിട്ട് ഒരു പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ലെയർ കാണുന്നുണ്ട്. ആ ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെല്ലിക്കിൾ. ആ ലെയർ അവരുടെ ബോഡിക്ക് ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവയ്ക്കകത്ത് രണ്ട് ഫ്ലജല്ലയുണ്ട്. ഒരു ഫ്ലജല്ല ലോങ് ആണ്, ഒരു ഫ്ലജല്ല ഷോർട്ടാണ്. അതേപോലെ തന്നെ ഇവര് ഡേ ടൈമില് ഫോട്ടോസിന്തറ്റിക്കും അല്ലെങ്കിൽ സൺലൈറ്റിന്റെ പ്രസൻസിൽ ഫോട്ടോസിന്തറ്റിക് ആയിരിക്കും. സൺലൈറ്റിന്റെ ആബ്സെൻസിൽ ഇവര് ഹെട്രോട്രോഫിക് ആയിട്ട് മാറും. ഈ ഒരു കണ്ടീഷൻ ഒരേ സമയം ഒരേ ഓർഗാനിസത്തിന് ഒരേ സമയം മോട്ടോട്രോഫിക് മോഡും ഹെട്രോട്രോഫിക് മോഡും കാണിക്കാൻ പറ്റുമെങ്കിൽ ആ കണ്ടീഷനാണ് നമ്മൾ മിക്സോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവർക്കകത്ത് ഹയർ പ്ലാന്റ്സിന് ഇതിന് സിമിലർ ആയിട്ടുള്ള ക്ലോറോഫിൽ പിഗ്മെന്റ്സ് കാണപ്പെടുന്നു. എക്സാമ്പിള് യൂഗ്ലീന. ഇതാണ് നമുക്ക് യൂഗ്ലിനോയിഡ്സിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തയാളാണ് സ്ലൈം മൗൾസ്. ഇവര് സാപ്രോഫിറ്റിക് പ്രോട്ടിസ്റ്റ് ആണ്. സാപ്രോഫിറ്റിക് പ്രോട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിങ്ഡം ഫംഗയുടെ ആൻസിസ്റ്റർ ആണ്. കിങ്ഡം ഫംഗയുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് മെയിൻലി സാപ്രോഫിറ്റിക് മോഡാണ്. അപ്പൊ കിങ്ഡം ഫംഗയുടേതിന് സിമിലർ ആയിട്ടുള്ള മോഡ് ഓഫ് ന്യൂട്രീഷൻ കാണിക്കുന്ന കിങ്ഡം പ്രോട്ടിസ്റ്റയിലെ ഒരു ഗ്രൂപ്പാണ് ആരെന്ന് പറയുന്നത് സ്ലൈം മൗൾട്ട് എന്ന് പറയുന്നത്. ഇവരുടെ ബോഡി moves along decaying tips and leaves engulfing organic matter. വെള്ളത്തിനൊക്കെ മുകളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മരച്ചില്ലകളുടെ മുകളിലും ഇലകളുടെ ഒക്കെ മുകളിലുമായിട്ടൊക്കെയാണ് ഇവരുടെ ബോഡി അല്ലെങ്കിൽ ശരീരം കാണപ്പെടുന്നത്.
പിന്നെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടീഷൻ ഫേവറബിൾ ആവുന്ന സമയത്ത്, അനുകൂല സാഹചര്യത്തിൽ they form an aggregation called plasmodium. ഒരു അഗ്രിഗേഷൻ ഫോം ചെയ്യും, ഡെവലപ്പ് ചെയ്യും. അതിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? പ്ലാസ്മോഡിയം. അത് ഒരുപാട് നീളത്തിൽ, ഒരുപാട് ഫീറ്റ്, ഇഞ്ചുകൾ, ഒരുപാട് അടി നീളത്തിൽ അത് നീണ്ടു കിടക്കും. കണ്ടീഷൻ അൺഫേവറബിൾ ആവുന്ന സമയത്ത് ഈ പ്ലാസ്മോഡിയം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഒരു സ്ട്രക്ചർ ആയിട്ട് മാറും. ആ പ്ലാസ്മോഡിയം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഈ പ്ലാസ്മോഡിയത്തിനകത്തുനിന്ന് സ്പോർസ് ഡെവലപ്പ് ചെയ്യും. അപ്പൊ സ്പോർ ഫോം ചെയ്യുന്ന സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഫ്രൂട്ടിംഗ് ബോഡി. നമ്മൾ ഫംഗസ് പറയുന്ന സമയത്ത് നമ്മൾ പറയും ഫംഗസിനകത്ത് സെക്ഷൽ സ്പോറുമുണ്ട്, അസെക്ഷൽ സ്പോറുമുണ്ട്. അപ്പൊ ഈ രണ്ട് ടൈപ്പ് സ്പോറും പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഫ്രൂട്ടിംഗ് ബോഡി. അപ്പൊ സ്ലൈം മൗൾസിനകത്ത് കണ്ടീഷൻ ഫേവറബിൾ ആവുന്ന സമയത്ത് പ്ലാസ്മോഡിയം ഡിറ്റാച്ച് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് സ്പോർസ് ആയിട്ട് മാറും. അപ്പൊ പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് സ്ലൈം മൗൾസിനകത്തുള്ള ഫ്രൂട്ടിംഗ് ബോഡിയാണ്. ഇറ്റ് ആക്ട് ലൈക്ക് എ ഫ്രൂട്ടിംഗ് ബോഡി. ഇറ്റ് ആക്ട്സ് ലൈക്ക് എ ഫ്രൂട്ടിംഗ് ബോഡി. ഇനി spores have true walls. They are highly resistant and survive many years. Spores are dispersed by air currents. അപ്പൊ നമുക്കിതിൽ നിന്ന് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കിങ്ഡം പ്രോട്ടിസ്റ്റയില് സ്ലൈമോൾസ് എന്ന് പറയുന്ന ആൾക്കാര് ഫംഗസുമായിട്ട് രണ്ട് കാര്യത്തിൽ സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. ഒന്ന് അതിന്റെ മോഡ് ഓഫ് ന്യൂട്രീഷനിലും അതേപോലെ തന്നെ ഫ്രൂട്ടിംഗ് ബോഡിയുടെ ഡെവലപ്മെന്റിന്റെ കാര്യത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? ഫംഗസുമായിട്ട് സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കിങ്ഡം പ്രോട്ടിസ്റ്റയിലെ സ്ലൈം മൗൾസ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഫംഗസിന്റെ ആൻസിസ്റ്റർ ആയിട്ട് കണക്കാക്കാം. ഓക്കെ, സ്ലൈം മൗൾസിനെ പറ്റി നമുക്ക് ഒന്നുകൂടി പറയാം. ദേ ആർ സാപ്രോഫിറ്റിക് പ്രോട്ടിസ്റ്റ്. Their body moves along decaying twigs and leaves engulfing organic materials. Under suitable conditions, they form an aggregation called a plasmodium. It may spread over several feet. Under favorable conditions, plasmodium differentiates and forms fruiting bodies bearing spores at their tips. Spores have two walls. They are highly resistant and survive for many years. Spores are dispersed by air currents. Next one, protozoans. They are heterotrophic protists. സാപ്രോഫിറ്റിക് പ്രോട്ടിസ്റ്റ് ആണ് ഏത്? സ്ലൈം മൗൾഡ്. ഹെട്രോട്രോഫിക് ആയിട്ടുള്ള പ്രോട്ടിസ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ പ്രോട്ടോസോവ. പ്രിഡേറ്റേഴ്സ് അല്ലെങ്കിൽ പാരസിറ്റിക് ഫോമിൽ കാണപ്പെടുന്ന ആളുകളാണ് ആര്? പ്രോട്ടോസോവ. They are primitive relatives of animals. ആനിമൽ കിങ്ഡത്തിന്റെ ആൻസിസ്റ്റർ ആയിട്ട് കണക്കാക്കുന്നതാണ് ആര്? കിങ്ഡം പ്രോട്ടിസ്റ്റയിലെ പ്രോട്ടോസോവയെ. കാരണം അവരുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ പ്രിഡേഷൻ മോഡ് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹോളോസോയിക് മോഡ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവർ എന്തിനോട് സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്? ആനിമൽ കിങ്ഡത്തോട് സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. പ്രോട്ടോസോവ ഇൻക്ലൂഡ്സ് 4 groups. First one, amoeboid protozoa. Second one, flagellated protozoa. Third one, ciliated protozoa. Fourth one, sporozoa. Based on their presence of, അല്ലെങ്കിൽ based on the differences in their locomotory structure. ഇവരുടെ ബോഡിക്കകത്ത് സെല്ലിനകത്ത് കാണുന്ന ലോക്കോമോട്ടറി സ്ട്രക്ചറിനകത്തുള്ള വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ, ചലിക്കാൻ സഹായിക്കുന്ന സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ നമ്മൾ 4 ഗ്രൂപ്പായിട്ട് തിരിച്ചിരിക്കുന്നു. അതിൽ ഒന്നാമത്തെ കൂട്ടരാണ് ആരെന്ന് പറയുന്നത്? അമീബോയിഡ് പ്രോട്ടോസോവ. രണ്ടാമത്തെ കൂട്ടരാണ് ആരെന്ന് പറയുന്നത്? ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവ. മൂന്നാമത്തെ കൂട്ടരാണ് ആരെന്ന് പറയുന്നത്? സീലേറ്റഡ് പ്രോട്ടോസോവ. നാലാമത്തെ കൂട്ടരാണ് ആരെന്ന് പറയുന്നത്? സ്പോറോസോവ. അപ്പൊ നമുക്കിനി ഓരോന്നായിട്ട് നോക്കാം. അമീബോയിഡ് പ്രോട്ടോസോവ ഇവർ സാധാരണ കാണപ്പെടുന്നത് ഫ്രഷ് വാട്ടറിനകത്ത് കാണപ്പെടുന്നുണ്ട്, അതേപോലെ തന്നെ സീ വാട്ടറിനകത്ത് കാണപ്പെടുന്നുണ്ട്, മോയിസ്റ്റ് സോയിലിനകത്തും കാണപ്പെടുന്നുണ്ട്. They move and capture prey by putting out pseudopodia.
കപടപാദം എന്നറിയപ്പെടുന്ന, മലയാളത്തിൽ സ്യൂഡോപോഡിയൊക്കെ വിളിക്കുന്ന പേരാണ് കപടപാദം. സ്യൂഡോപോഡിയ അല്ലെങ്കിൽ കപടപാദം ഉപയോഗിച്ചിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ഇര പിടിക്കുന്നത്. ഈ പിടിച്ച ഇരയെ ഇവർ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? എൻഗൾഫ് ചെയ്യുകയാണ് ചെയ്യുക. മറൈൻ ഫോംസിനകത്ത് ഇവരുടെ സർഫസിന് മുകളിൽ സിലിക്ക ഷെൽസ് കാണപ്പെടുന്നുണ്ട്. സെല്ലിന്റെ സർഫസിൽ എന്ത് കാണുന്നുണ്ട്? സിലിക്ക ഷെൽസ് കാണുന്നുണ്ട്. ചില ഓർഗാനിസംസ് എന്ന് പറയുന്നത് എൻഡമീബ ഹിസ്റ്റോളിക്ക എന്ന് പറയുന്ന ഒരു പാരസിറ്റിക് ഓർഗാനിസം ഉണ്ട്. നമുക്ക് വയറുകടിക്കൊക്കെ കാരണമാകുന്ന ഒരു ഓർഗാനിസമാണ്, പ്രോട്ടോസോവയാണ് എൻഡമീബ ഹിസ്റ്റോളിക്ക. അതൊരു പാരസൈറ്റ് ആണ്. അപ്പൊ നോക്കാം, അമീബോയിഡ് പ്രോട്ടോസോവ live in fresh water, sea water or moist soil. They move and capture prey by putting out pseudopodia. Example, amoeba. Marine forms have silica shells on their body surface. Some are parasites. The next one, kingdom Protistale, flagellated protozoa. ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടോസോവ എന്ന് പറയുന്നത് ഒന്നെങ്കിലും ഫ്രീ ലിവിംഗ് ആണ്, അല്ലെങ്കിൽ പാരസിറ്റിക് ആണ്. ഇവയുടെ ലോക്കോമോട്ടറി സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫ്ലജെല്ലയാണ്. അമീബോയിഡ് പ്രോട്ടോസോവയിലെ ലോക്കോമോട്ടറി സ്ട്രക്ചർ സ്യൂഡോപോഡിയ ആയിരുന്നെങ്കിൽ ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടോസോവയിൽ അത് എന്ത് തന്നെയാണ്? ഫ്ലജെല്ല തന്നെയാണ്. അതുപോലെ തന്നെ പാരസിറ്റിക് ഫോമായ ട്രിപ്പനോസോമ എന്ന് പറയുന്ന പ്രോട്ടോസോവ ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടോസോവയാണ്. മനുഷ്യന്മാരിലൊക്കെ സ്ലീപ്പിംഗ് സിക്നസ് എന്ന് പറയുന്ന രോഗം പരത്തുന്നത്. സ്ലീപ്പിംഗ് സിക്നസ് എന്ന് പറയുന്ന രോഗത്തിന് കാരണമാകുന്ന പ്രോട്ടോസോവയാണ് ഇത്? ട്രിപ്പനോസോമ. ഇറ്റ് ബിലോങ്സ് ടു ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടോസോവ. നെക്സ്റ്റ് വൺ, സീലിയേറ്റഡ് പ്രോട്ടോസോവ. സീലിയേറ്റഡ് പ്രോട്ടോസോവ എന്ന് പറയുന്നത് മെയിൻലി അക്വാട്ടിക് ആണ്. Their locomotory structure is known as cilia. They have a cavity that opens to outside. They have a mouth-like opening or mouth-like cavity that opens out. പുറത്തേക്ക് ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു മൗത്ത് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, ഫുഡ് എൻഗൾഫ് ചെയ്യാൻ സഹായിക്കുന്ന സ്ട്രക്ചർ. അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഗള്ളറ്റ്. GULLET. They have a cavity known as gullet that opens to outside. അപ്പോ ഈ സീലിയ മൂവ് ചെയ്യുന്നതിനനുസരിച്ച്, സീലിയ എന്ന് പറഞ്ഞാൽ നമ്മളെ ബോട്ടിന്റെ ഓസ് കണ്ടിട്ടുണ്ടാവും, ബോട്ട് തുഴയാൻ ഉപയോഗിക്കുന്ന സാധനം. അപ്പൊ സീലിയ ഇങ്ങനെ തുഴഞ്ഞ് പോകുന്ന സമയത്ത് സറൗണ്ടിങ് ഹാബിറ്റാറ്റിലുള്ള സർഫസിനകത്തുള്ള ഫുഡ് പാർട്ടിക്കിൾസ് ഈ ഗള്ളറ്റ് വഴി എന്ത് ചെയ്യുന്നു? ഇവരുടെ ബോഡിക്കകത്തേക്ക് എത്തും. Example, Paramecium. The next one is the Sporozoa. Last one. They have an infectious spore-like stage in their life cycle. ഇവർ നമ്മുടെ ബോഡിക്കകത്തൊക്കെ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാണ്. അതിന്റെ മെയിൻ എക്സാമ്പിൾ ആണ് മലേറിയൽ പാരസൈറ്റ് ആയ പ്ലാസ്മോഡിയം. മലേറിയ പരത്തുന്ന, മലേറിയയുടെ വെക്ടർ കൊതുകാണ്. കൊതുകിലൂടെ നമ്മുടെ ശരീരത്തിലെത്തുന്ന പ്രോട്ടോസോവയാണ് ഏത്? പ്ലാസ്മോഡിയം. ഓക്കെ, ഇവിടെ പറയുന്നത് പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് ഒരു രോഗകാരിയാണ്. നേരത്തെ സ്ലൈം മോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിന്റെ അഗ്രിഗേഷൻ ആണ്. അത് പ്ലാസ്മോഡിയം വേറെയാണ്, മാറിപ്പോവരുത്. അപ്പൊ പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് സ്പോറോസോവയ്ക്ക് എക്സാമ്പിൾ ആണ്. ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള സ്പോർ ലൈക്ക് സ്ട്രക്ചർ ആണ് സ്പോറോസോവൻസ്. മലേറിയ രോഗം പരത്തുന്ന പ്ലാസ്മോഡിയം സ്പോറോസോവൻസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രോട്ടോസോവയെ പറ്റി നമുക്ക് പറയാനുള്ളത്. പ്രോട്ടോസോവയില് മെയിൻലി 4 ഗ്രൂപ്പാണുള്ളത്. ഒന്നാമത്തെ കൂട്ടരാണ് അമീബോയിഡ് പ്രോട്ടോസോവ. അമീബോയിഡ് പ്രോട്ടോസോവയുടെ ലോക്കോമോട്ടറി സ്ട്രക്ചർ
സ്യൂഡോപോഡിയയാണ്. ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവയുടെ ലോക്കോമോട്ടറി സ്ട്രക്ചർ ഫ്ലജല്ലയാണ്. സീലിയേറ്റഡ് പ്രോട്ടോസോവയുടെ ലോക്കോമോട്ടറി സ്ട്രക്ചർ എന്താണ്? സീലയാണ്. സ്പോറോസോവൻസ് ഇൻഫെക്ഷ്യസ് സ്പോർ ലൈക്ക് സ്ട്രക്ചർ ആണ്. അമീബോയിഡ് പ്രോട്ടോസോവയ്ക്ക് ഉദാഹരണം അമീബ, എൻഡമീബ. ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവയ്ക്ക് ഉദാഹരണം ട്രിപ്പനോസോമ. സീലിയേറ്റഡ് പ്രോട്ടോസോവയ്ക്ക് ഉദാഹരണം പാരമീസിയം. അതുപോലെ തന്നെ അമീബോയിഡ് പ്രോട്ടോസോവയ്ക്കകത്ത് സ്യൂഡോപോഡിയ കാണുന്നു. അതുപോലെ തന്നെ കൺട്രാക്റ്റൈൽ വാക്യൂളും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവയ്ക്കകത്ത് പ്രത്യേകത അവ സ്ലീപ്പിംഗ് സിക്നസ് വരുത്തുന്ന രോഗകാരിയായ ട്രിപ്പനോസോമ കാണപ്പെടുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ സീലിയേറ്റഡ് പ്രോട്ടോസോവയ്ക്കകത്ത് മൗത്ത് ലൈക്ക് ഓപ്പണിംഗ് ആയ ഗള്ളറ്റ് കാണപ്പെടുന്നുണ്ട്. അതിന് ഉദാഹരണം പാരമീസിയം ആണ്. അതുപോലെ തന്നെ സ്പോറോസോവയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് മലേറിയൽ പാരസൈറ്റ് ആയ പ്ലാസ്മോഡിയം സ്പോറോസൈറ്റിന് ഉദാഹരണമാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മൾ പഠിക്കേണ്ട സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രോട്ടോസോവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതോടുകൂടി കിങ്ഡം പ്രോട്ടിസ്റ്റ ഇവിടെ കഴിയുകയാണ്. കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ 4 ക്ലാസ്സസ് ആണ് മെയിൻ ആയിട്ടും വരുന്നത്, അല്ല 5 ക്ലാസ്സസ് ആണ് മെയിൻ ആയിട്ടും വരുന്നത്. ഒന്നാമത്തേത് ക്രൈസോഫൈറ്റ്സ്, രണ്ടാമത്തേത് ഡൈനോഫ്ലജലൈറ്റ്സ്, മൂന്നാമത്തേത് യൂഗ്ലിനോയിഡ്സ്, നാലാമത്തേത് സ്ലൈം മൗൾസ്, അഞ്ചാമത്തേത് പ്രോട്ടോസോവൻസ്. ഇതിൽ പ്രോട്ടോസോവൻസ് എന്ന് പറയുന്നത് ആനിമൽസിന്റെ പ്രിമിറ്റീവ് റിലേറ്റീവ്സ് ആണെങ്കിൽ സ്ലൈം മൗൾസ് ഫംഗസിന്റെ ആൻസിസ്റ്റർ ആണ്. അതുപോലെ തന്നെ യൂഗ്ലിനോയിഡ്സ് പ്ലാന്റ്സിന്റെ ആൻസിസ്റ്റർ ആണ്. പ്ലാന്റ്സിനകത്ത് കാണുന്നതിന് സിമിലർ ആയിട്ടുള്ള പിഗ്മെന്റ്സ് കാണപ്പെടുന്നു. ആ ഫോട്ടോസിന്തറ്റിക് ആണ് ഡേ ടൈമിൽ. അവയ്ക്കകത്ത് സെൽവാളിന് പകരമായിട്ട് കാണുന്ന ലെയറാണ് പെല്ലിക്കിൾ. ഓക്കെ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടത്. ഇതോടുകൂടിയിട്ട് കിങ്ഡം പ്രോട്ടിസ്റ്റ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കിങ്ഡം ഫംഗയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം.